നമസ്കാരം. ഇന്നലെ നടന്ന എറണാകുളം, മലപ്പുറം ജില്ലകളിലോട്ടുള്ള LD ക്ലർക്കിൻ്റെ പരീക്ഷ, അതിൻ്റെ ചോദ്യപേപ്പർ തലേ ദിവസം തന്നെ PSC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് ഇന്നത്തെ കേരള കൗമുദിയിൽ ഒന്നാമത്തെ പേജിൽ തന്നെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. PSCയുടെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംഭവിച്ച ഒരു ടെക്നിക്കൽ എറർ, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമല്ല. PSCയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് യാതൊരു തരത്തിലുള്ള അറിയിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള അപ്ഡേറ്റോ ഒന്നും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല. ഈ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് PSC അന്വേഷണം തുടങ്ങി എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഈ വാർത്ത ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ഗൂഗിളിൽ കയറിക്കൊണ്ട് 133/2024 കേരള PSC എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ 2 days ago എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇന്ന് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടാണ് 2 days ago കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ അത് 1 day ago ആയിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ PSC ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ വൈകുന്നേരം അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷേ ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുക പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഇത് പരീക്ഷ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ചോദ്യപേപ്പർ തന്നെ PSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമായി എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പരീക്ഷ കമ്പാരിറ്റീവ്ലി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ ആയിരുന്നില്ല. അതായത് മറ്റുള്ള കഴിഞ്ഞ LDC പരീക്ഷ പോലെ തന്നെയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് നിലവാരം പുലർത്തിയ പരീക്ഷയാണ്. എന്നാൽ പരിചിതമായ ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഉദ്യോഗാർത്ഥികൾ, അതായത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ കണ്ടിട്ടുണ്ടോ, ഈ ചോദ്യപേപ്പർ ലീക്ക് ആയിട്ടുണ്ടോ, പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷണം നടത്തിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷ ഇനി രണ്ടാമത് നടത്തുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ മുമ്പ് ഇത്തരത്തിൽ പല കാര്യങ്ങളും നടന്ന സമയത്ത്, അത് SSC ആവട്ടെ, UPSC ആവട്ടെ, PSC ആവട്ടെ, മറ്റുള്ള പരീക്ഷാ ഏജൻസികളൊക്കെ ഇത്തരത്തിലൊരു പ്രശ്നം വരുന്ന സമയത്ത് പരീക്ഷ മുമ്പ് റീ എക്സാമിനേഷൻ അല്ലെങ്കിൽ വീണ്ടും പരീക്ഷ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയേണ്ടത് PSC തന്നെയാണ്. അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇതൊരു സാങ്കേതികമായി സംഭവിച്ച ഒരു തകരാറാണോ അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺസ്പിറസി ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് PSCയിൽ നിന്നുള്ള ഒരു അറിയിപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ വാർത്ത വായിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഇതിലെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു. ബുക്ക്ലെറ്റ് നമ്പർ 133/2024 എന്ന നമ്പറിലുള്ള 100 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പറാണ് സൈറ്റിലുള്ളത്. അപ്ലോഡ് ചെയ്തത് 1 day ago എന്നാണ് ഇന്നലെ വൈകിട്ടോടെ സൈറ്റിൽ കണ്ടത്. അതേ ചോദ്യക്കടലാസാണ് ഇന്നലെ പരീക്ഷയ്ക്ക് നൽകിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ചോദ്യപേപ്പറിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ എടുത്ത് ഗൂഗിൾ ലെൻസ് വഴി അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ചോദ്യപേപ്പർ മുഴുവനായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് ഇങ്ങനെ ഈ 133/2024 എന്നുള്ളത് 1 day ago ആയിട്ട് അപ്ലോഡ് ആയിട്ട് കാണിച്ചത്. അപ്പോൾ ഗൂഗിൾ ലെൻസ് വഴിയാണ് ഇത് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നമ്മളൊക്കെ ഗൂഗിളിൽ കയറി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കൊടുത്ത് സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ 2 days ago എന്ന് കാണിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാകുന്നുണ്ട്. സൈറ്റ്സ് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്, സൈറ്റിലെ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നേരിട്ട് യൂസേഴ്സിന് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് എൻട്രി ഇല്ല. സെർച്ച് ചെയ്താൽ, അതായത് പക്ഷേ 133/2024 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് കോഡ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് എത്താനും സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് PSCയിൽ നിന്നുള്ള ഒരു അറിയിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന 19-ാം തീയതി പരീക്ഷ നടക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ കൊണ്ട് മുന്നോട്ട് പോവുക. ബാക്കിയുള്ള നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.